ഇപ്പോൾ സൗദിയും യമനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പോലും അങ്ങനെ കാര്യമായ ഒരു പ്രശ്നം GCC രാജ്യങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഒരു രാജ്യത്തെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഈ സംഭവം ഒരു നിർണായക വഴിത്തിരിവായി മാറുമോ? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാൻ സാധിക്കും, പിന്നെ ഈ ഗൾഫ് മേഖല ഇപ്പൊ യൂറോപ്യൻ പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലും സൗദി അറേബ്യയും UAEയും ഖത്തറും ഒക്കെ പിന്നെ വ്യാപാര രംഗത്തും നിക്ഷേപ രംഗത്തും ഒക്കെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. നിരവധി പദ്ധതികൾ അതിനായിട്ട് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരായ ഒരുപാട് പേർക്ക് പുതിയ തൊഴിലവസരങ്ങൾ രൂപപ്പെടുന്നു. അതുകൊണ്ട് ഇത് പിന്നെ ഈ കേവലമായിട്ടുള്ള ഈ ഒരു മേഖലയെ മാത്രം ബാധിക്കാൻ പോകുന്ന പ്രശ്നമില്ല. അത് ഒരുപാട് ജിയോ പൊളിറ്റിക്കലായിട്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരുപാട് താല്പര്യങ്ങൾക്ക് ഇത് തിരിച്ചടിയാകാൻ പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അതിന്റെ ഗൗരവത്തിൽ ഇതിനെ തിരിച്ചറിയാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദ്യം കൂടി വരുന്നുണ്ട്. ഇപ്പം ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നലെ ഇന്ത്യയിൽ സന്ദർശനം നടത്തി കൂടുതൽ പിന്നെ സഹകരണം വിപുലപ്പെടുത്താനുള്ള ഒരു തീരുമാനമാണ് ഈ ഘട്ടത്തിൽ പോലും പ്രഖ്യാപിക്കുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ താല്പര്യങ്ങളൊക്കെയും നിലനിൽക്കുന്നത് ഈ അറബ് ഗൾഫ് മേഖലയിലാണ്. കാരണം അത്രയേറെ നമ്മുടെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകാനും അവർക്ക് ഉപജീവനവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും മികച്ച അവസരങ്ങൾ ഈ രാജ്യങ്ങൾ പ്രദാനം ചെയ്യുമ്പോൾ അവിടേക്ക് പോലും ഈ കടന്നാക്രമണം ഇത്രയും നഗ്നമായ രീതിയിൽ ഇസ്രായേൽ നടത്തുന്നുണ്ട് എങ്കിൽ അതും ഒരു തുടക്കം മാത്രമാണ് എന്ന മുന്നറിയിപ്പ് നെതന്യാഹു നൽകുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പശ്ചിമേഷ്യൻ മേഖലയുടെ സുരക്ഷയെ, അതിന്റെ ഭാവി നീക്കങ്ങളെ, പുതിയ സമവാക്യങ്ങളൊക്കെ പിന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഈ ഒരു പിന്നെ നിസ്സംഗമായിട്ടുള്ള നിലപാട് ഇത് വലിയ തോതിൽ തന്നെ ഈ രാജ്യങ്ങളെ ഒരു പുനരാലോചനയ്ക്ക് പ്രേരിപ്പിക്കും. കാരണം നേരത്തെ തന്നെ അമേരിക്കയുമായിട്ടുള്ള ചില ഇടച്ചിലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ട്രംപ് അധികാരമേറ്റ് ആദ്യം തന്നെ ഈ 3 രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലും ഖത്തറിലും UAEയിലും അദ്ദേഹം വന്നു. ലക്ഷക്കണക്കിന് കോടി പിന്നെ ദിർഹത്തിന്റെയും റിയാദിന്റെയും വലിയ നിക്ഷേപ പദ്ധതികളിലാണ് ഈ രാജ്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അമേരിക്കയോട് ഇത്രയും വലിയ പ്രതിബദ്ധത പുലർത്തിയിട്ടും ഈ നിർണായക ഘട്ടത്തിൽ ഇസ്രായേലിന്റെ ഒരു ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കാതെ പോയത് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവര് നടുത്തു പൊളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർ നീക്കങ്ങൾ എന്നത് ഏറ്റവും പ്രധാനമായിരിക്കും. അതോടൊപ്പം തന്നെ ഗസയിൽ നിന്ന് അവിടുത്തെ സ്ഥിതിഗതികളും കൂടുതൽ ആവൽക്കരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇന്നലെയാണിപ്പോ ഗസ സിറ്റിയിൽ നിന്ന് 10 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യരോട് പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകണമെന്ന ഒരു അഭ്യർത്ഥന നെതന്യാഹു നടത്തിയിരിക്കുന്നത്. ഇവരെങ്ങോട്ട് പോകും, ഇവരെ ആര് ഉൾക്കൊള്ളും? തെക്കൻ ഗസയിലേക്ക് ഇവരെല്ലാം കൊണ്ടുവരികയും